ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ വേണു എന്ന് പറയുന്ന ആളെ കേട്ടോ. അപ്പോൾ ഇയാളെ കണ്ടപ്പോഴത്തേക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നമ്മുടെ അജയൻ ഇങ്ങനെ ഒഴിവായി പോകാൻ നോക്കിയപ്പോൾ ഇയാൾ വന്നിട്ട് മോൻ്റെ കവിളത്തെ പാടൊന്നും മങ്ങിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അജയൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല, അത് അത്ര പെട്ടെന്നൊന്നും മാറുന്നതല്ല, അങ്ങനെയാണ് തല്ല് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും അജയൻ വേണുവിനെ കൂത്തിന് കയറി പിടിച്ച് കൊടുത്തു. അപ്പം നീ എൻ്റെ മോനെ തല്ലിയോടാന്ന് ചോദിച്ചു. അയ്യോ ഞാനല്ല, പോലീസ് തല്ലിയ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം പറയുന്നതിന് മുന്നേ ഇങ്ങനെ അക്രമാസക്തനായാലും അജയ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അജയനെ കളിയാക്കും. അന്നേരം അജയൻ ഇവനെ പിടിച്ചൊരു തള്ളും തള്ളി. അപ്പോൾ അവൻ്റെ കാമുകിയെ കാണാൻ പോയതാ പോലീസ് സ്റ്റേഷനിലേക്ക്. പക്ഷേ അങ്ങനെ തോന്നുമ്പോൾ കയറി ചെല്ലാനെ പോലീസ് സ്റ്റേഷൻ അനന്തപുരക്കാരുടെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ തല്ലു കിട്ടത്തില്ലെന്നും പറഞ്ഞ് വേണു ആളാവുകയാണ്. അപ്പോൾ നന്ദുവാണ് സ്റ്റേഷനിൽ എസ് ഐ. ആ കുട്ടി ഒരിക്കലും എൻ്റെ മോൻ്റെ കരുണ തടിക്കില്ല എന്നിങ്ങനെ അജയൻ പറയുമ്പോൾ എസ് ഐയുടെ മുകളിലും ചിലരൊക്കെ ഉണ്ടളിയാ, അയാളാണ് നിൻ്റെ മോൻ്റെ കരുണത്ത് പാടുണ്ടാക്കിയത്. ഞാൻ ആ സ്റ്റേഷനിലെ സി ഐയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവന് താക്കീതൊക്കെ കൊടുത്തതായിരുന്നു, സ്റ്റേഷൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നേക്കരുതെന്ന്. എന്നിട്ടും അവൻ ചെന്നു. പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കിട്ടാനുള്ളത് അവൻ ചോദിച്ചു മേടിക്കുക ചെയ്തത്. ഈ സംഭവം നീ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്ക്. അച്ഛൻ മോൻ്റെ കവിളത്ത് അവിടെ കാണും ആ സി ഐയുടെ 5 വിരളു എന്ന് പറയുമ്പം നീയാണ് ഇതിൻ്റെ പിന്നിലെങ്കിലേ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പ്രയാസമായിരിക്കും വേണമെന്ന് പറഞ്ഞു അജയൻ. ചേടാ, ഏതെങ്കിലും ഗുണ്ടകൾ അവൻ്റെ കരണത്തടിച്ചിരുന്നെങ്കിലും പറയാമായിരുന്നു ഞാനാണത് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ ചെയ്തതെന്ന്. ഇതിപ്പോൾ ഒരു സി ഐ വിലക്കടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ലേ എന്നും പറഞ്ഞ് വേണു അജയനെ കളിയാക്കുക. അവനെ നീ ഒന്ന് ഉപദേശിക്ക്. ഇനിയെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കാരണമില്ലാതെ കടന്ന് ചെല്ലരുതെന്ന് നീ പറയുമ്പം എൻ്റെ മോൻ്റെ കാര്യം അത് ഞാൻ തീരുമാനിച്ചോളാമെന്നും നീ എനിക്ക് പറഞ്ഞു തരണ്ടായെന്നും അജയൻ ഇവനോട് പറയാം. നീ ആദ്യം വഴിതെറ്റി നടക്കുന്നതിൻ്റെ മോളെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണമെന്നും പറഞ്ഞ് അജയൻ അവിടെ നിന്ന് അങ്ങ് പോയി. അജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വേണുവിനതങ്ങ് ബോധിച്ചു കിട്ടും അജയൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ സന്തോഷമായിട്ട് വേണു അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അജയൻ നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ദേവയാനി കാര്യങ്ങളെല്ലാം പറയാം. അവിടെ നിന്ന് അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് അറിയാലോ. അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ മുന്നിലൂടെ അവളെ കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ആ ചെറുപ്പക്കാരനത് സഹിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദേവയാനി ചോദിക്കാം. അതുകൊണ്ടായിരിക്കും അയാളെ തല്ലിയതെന്ന് പറയുമ്പം എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു അജയൻ. പുറത്തോട്ട് പോയതാണെന്ന് പറഞ്ഞു. ശോ ദൈവമേ, എനിക്ക് വലിയ വിഷമമുണ്ട് അവൻ്റെ കവിളിലെ ആ പാട് കണ്ടിട്ട് അജയ. അയാൾ സർവ്വശക്തി എടുത്താണ് അവനെ തല്ലിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ആദർശും നയനയും കൂടി അതുവഴി വന്നു. ഇത് കേൾക്കും അവരുടെ സംസാരം. അപ്പോഴാണ് അവർ രണ്ടുപേരും വന്നത് കാണുന്നത്, ഈ അജയനും ദേവയാനും. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നു. അനി അങ്ങോട്ടെങ്ങാനും വന്നായിരുന്ന മോനെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവൻ പുറത്തോട്ട് പോയതാണെന്ന് ദേവയാനി പറയുമ്പം അവൻ എന്തു ഭാവിച്ചാൽ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ ആദർശെന്ന് അജയൻ അന്നേരം പറയുക കേട്ടോ. എന്തായാലും മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ സി ഐയെ പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആദർശ്. എന്നാലും വേണു അനിയുടെ മുഖത്ത് പാടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി അവനായിരിക്കും ആരെങ്കിലും ഇട്ട് അനിയെ തല്ലിച്ചതെന്നൊക്കെ പറഞ്ഞ് അജയൻ സങ്കടപ്പെടുന്നു. ഇതിപ്പോൾ ആ സി ഐയും അതുപോലെ വേണു തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ ഇളയച്ച? മുത്തശ്ശൻ സ്റ്റേഷനിൽ പോയി ഗംഭീര പ്രകടനമാണ് നടത്തിയതെന്നൊക്കെ പറയുമ്പം പിന്നെ അവൻ്റെ കവിളത്ത് ആ പാട് കണ്ട ഒരച്ഛനും അത് സഹിക്കാൻ പറ്റുമോ എന്ന് അജയൻ ആദർശിനോട് ചോദിക്കും കേട്ടോ. അങ്ങനെ ഇവർ പറയണു, പിന്നെ ആദർശേ നീ അവന് വേണ്ടി വക്കാലത്ത് പറയാനൊന്നും നിൽക്കരുത് കേട്ടോ. ഞാൻ ബിസിനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവനോടുള്ള സ്നേഹം കാരണമാണ് നീ 3 ജ്വല്ലറിയുടെ ചുമതലയൊക്കെ അവന് കൊടുത്തത്. അവന് നോക്കാൻ വയ്യാതെ അവൻ തന്നിഷ്ടത്തിന് നടക്കുകയാണെങ്കിലേ അവനെ ഇനി വിലക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്നിങ്ങനെ അജയൻ പറഞ്ഞു. ഇനി വിലക്കിയിട്ടും കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു. ഇവരിങ്ങനെ നോക്കുക. അവനെയും അബിയെ പോലെ ജ്വല്ലറിയിൽ ഒരു ജോലിക്കാരനാക്കിയാൽ മാത്രം മതി കേട്ടോ എന്നും അജയൻ ഇങ്ങനെ ആദർശിനോട് പറയുവാണ്. ഇതൊക്കെ കേട്ട് ഇവരാകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം എൻ്റെ ഇളയച്ച അങ്ങനെ ഒരു ശിക്ഷ കൊടുത്ത് അവനെ നന്നാക്കാൻ നോക്കിയാലേ അവൻ നന്നാവത്തൊന്നും ഇല്ല എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന ജോലിയോട് പോലും അവന് യാതൊരു താല്പര്യവും ഇല്ല എന്നും ആദർശ് അജയനോട് പറയാം. ഇടയ്ക്ക് അവനോട് ചൂടാവുമ്പോഴൊക്കെ അവനെ പിരിച്ചു വിട്ടോളാൻ അവൻ പറയുന്നതെന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്യാനാ, കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ഒരുത്തി കയറി വന്നതോടെ അവൻ്റെ സ്വഭാവമേ മാറിപ്പോയെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആദ്യം പറഞ്ഞു. അവനിപ്പോൾ പഴയ അനിയേ അല്ല, അവൻ ഒരുപാട് മാറിപ്പോയെന്നും പറയുക. അങ്ങനെ ഇവർ മൊത്തത്തിൽ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. പഠിക്കുന്ന സമയത്ത് തല്ലും വഴക്കൊന്നും കൂടാതെ നടന്നവനാ. ഇപ്പോൾ കണ്ണി കണ്ടവരുടെ കയ്യിൽ നിന്നൊക്കെ തല്ല് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ഞാനിത് സഹിക്കുമെന്നൊക്കെ അജയൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു.
അങ്ങനെ അതും പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരും തുടച്ച് അജയൻ അവിടെ നിന്ന് പോയി. അജയൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം ആദർശ് എന്ന് ദേവയാനി ആദർശിനോട് പറയുക കേട്ടോ. അത് തന്നെയാണ് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നയനെ അന്നേരം അവിടെ പറയുമ്പം അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമൊന്നുമില്ല. പിന്നെ അവനെ നന്നാക്കി എടുക്കണമെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം അവന് കിട്ടണമെന്നും ആദർശ് തറപ്പിച്ചു പറയും. അന്നേരം അത് നടക്കുമെന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഇവരിങ്ങനെ നിസ്സഹായതയോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നാൽ പിന്നെ നീ വരാൻ നോക്കുക, വാ പോകാമെന്ന് പറഞ്ഞ് ആദർശ് നയനയും കൂടെ അവിടെ നിന്ന് പോയി. ദേവയാനി ഇതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുന്നു. ആദർശ് നയനയും നേരെ മുറിയിലേക്ക് ചെന്നു. മുറിയിലേക്ക് ചെന്നപ്പോഴും ആദർശ് ഭയങ്കര സങ്കടത്തിൽ അനിയുടെ കാര്യം ആലോചിച്ച്. അപ്പം നയന അന്നേരം അനിയെ ഇനി എങ്ങനെയാണ് ആദർശേട്ടാ പറഞ്ഞൊന്ന് തിരുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല എന്ന് ആദർശ് പറഞ്ഞു. പലപ്പോഴും ഇവൻ്റെ കരണത്ത് അടിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും പിന്നെ ഞാൻ ഇതുവരെ അത് ചെയ്യാതിരുന്നത് അവനെ നോവിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണതേ നയനയുടെ ഫോണിലേക്ക് അമ്മയുടെ കോള് വരുന്നത്. എന്തിനാണ് എന്തോ വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നയന കോൾ എടുത്തു. ഹലോ അമ്മ, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഞാനും മോളുടെ അച്ഛനും വല്ലാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തു പറ്റിയമ്മ, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം അനി ഇവിടെ വന്നിരുന്നു നന്ദുവിനെ പെണ്ണാലോചിക്കാനെന്ന് പറഞ്ഞു. അമ്മേ ഇതേ അച്ഛനടുത്തോണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോവിന്ദേട്ടൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. മോളെ പറയാൻ പറഞ്ഞു. അച്ഛൻ എന്താ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ കാണാത്തൊരു ധൈര്യമായിരുന്നു അനിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. അപ്പോൾ ആദർശന് ടെൻഷനായി. ഈ നയനയുടെ മുഖം അങ്ങ് മാറുന്ന കണ്ടപ്പോഴേക്കും നന്ദുവിനെ എനിക്ക് വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ സംസാരിച്ചതെന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദേട്ടനും ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഞങ്ങളും വിട്ടുകൊടുത്തൊന്നുമില്ല, ഞങ്ങളും കട്ടയ്ക്ക് തന്നെ നിന്നു. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അവനോട് പറഞ്ഞു. ശരിക്കും ഒരച്ഛന് പറയാവുന്ന ഭാഷയിൽ ഞാൻ നന്നായി പറഞ്ഞു. അത് അയാൾക്ക് മനസ്സിലായെന്നാണ് തോന്നുന്നത്. ഇനി നന്ദുവിനെ ഉപദ്രവിക്കില്ല, ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതെല്ലാം പറഞ്ഞ് അവൻ പോയെന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ന ആലോചന നല്ല ആലോചനയാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് നയന ചോദിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ബന്ധം ഉറപ്പിക്കാൻ നോക്കണമെന്നും നയന ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ ശരി മോളെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അതിനുശേഷം നയന ആദർശിനോട് വിവരങ്ങളൊക്കെ പറയുക. അവരവരുടെ നിസ്സഹായ അവസ്ഥയും അനിയെ അറിയിച്ചിട്ടുണ്ടെന്ന കാര്യവും പറഞ്ഞു. അവനിത് എന്തുദ്ദേശിച്ചാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആദർശ്. ഇന്നത്തെ അച്ഛൻ്റെ അമ്മയുടെയും സംസാരം കേട്ടിട്ട് അനി ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ഒഴിഞ്ഞു മാറിയാലുവേ അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല നയനയെന്നും പറഞ്ഞ് ആദർശ് പറയൂ കേട്ടോ. അങ്ങനെ പോകാത്തിടത്തോളം കാലം ചെറിയച്ഛൻ പറയുന്നത് പോലെ അവൻ നല്ലൊരു ബിസിനസ്സുകാരനാവത്തില്ല. മനസ്സമാധാനം ഉണ്ടായാലേ ഏത് ജോലിയും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പം ആ സിയയും നന്ദുവും തമ്മിലുള്ള ബന്ധം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദു പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു എന്നും അതുകൊണ്ട് അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ അവളുടെ മനസ്സിൽ നിന്ന് അവൻ്റെ മനസ്സിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദു സിയയുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഭാര്യയെ അനി ഓർത്തുകൊണ്ടിരിക്കുമോ എന്ന് നയനെ ചോദിക്കാം. അപ്പോൾ നീ എന്തോ ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആദർശ് ചോദിക്കാം. അനിയേക്കാളും ബോൾഡാണ് നന്ദു, എന്നിട്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നന്ദു അനിയെ വിട്ട് കളഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. നന്ദുവിൻ്റെ മനസ്സിൽ അനി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലുണ്ടായിരുന്നു, അതിനൊരു സംശയമില്ല. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരുടെ കാര്യം അതങ്ങനെയാണ്. അവരകന്നു പോയാലും അവരുടെ മനസ്സുകൾ തമ്മിൽ അകന്നു പോവുകയില്ല എന്നും പറഞ്ഞു. അല്ല അനി എങ്ങോട്ട് പോയി എന്ന് അറിയില്ലല്ലോ ആദർശേട്ടാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ എടുത്ത് അനിയെ വിളിക്കുക. അപ്പം കിട്ടുന്നില്ല വിളിച്ചിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷൻ. ഇനി എപ്പോഴാണ് അവൻ കയറി വരുന്നതെന്ന് പോലും അറിയത്തില്ല എന്ന് ആദർശ് നയനയോട് പറഞ്ഞ് ഇവരിങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ നന്ദു കയറി വന്ന സമയത്ത് ഇവരെ അച്ഛനും അമ്മയും കൂടെ അവിടെ നിൽക്കുകയല്ലേ. എന്താ രണ്ടാൾക്കും ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചപ്പം അതെ അനി ഇവിടെ വന്നായിരുന്നു എന്ന് കനകം നന്ദുവിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദുവിനും ഭയങ്കര ഒരു ഇതുപോലെ. അവൻ്റെ കവിളിലെ പാട് കണ്ടില്ലായിരുന്നു രണ്ടുപേരും എന്ന് നേരം നന്ദു ചോദിക്കുക. അയാൾ തല്ലിയതാ ആ CI എന്ന് പറയുമ്പം തല്ലിയ കാരണങ്ങളൊക്കെ അയാൾ പറയുകയും ചെയ്തു. അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞു. പിന്നെ അവൻ മോളുടെ കാര്യം സംസാരിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ നോക്കുപോയെ. അനാമികയുമായി ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ മോളുടെയും അനിയുടെയും കല്യാണം നടത്തണമെന്ന് പറയാനാണെന്ന് പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ ആകെ ഇവരുടെ മുന്നിൽ വല്ലാണ്ടായി. പക്ഷേ ഇതുവരെ കാണാത്ത ഒരു തരം മട്ടും ഭാവമൊക്കെ ആയിരുന്നു അവൻ്റെത്. ഇത്ര തൻ്റെ ഇടത്തോടെ അവൻ സംസാരിച്ചതെന്നറിയാവോ? എന്നിട്ട് അച്ഛനും അമ്മയും എന്താ അവനോട് പറഞ്ഞതെന്ന് ചോദിച്ചു നന്ദു. അപ്പം ഞങ്ങൾ ചൂടാവാനൊന്നും പോയില്ല മോളെ, ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയും വേദനയും ഒക്കെ അവനോട് പറഞ്ഞു. അത് കേട്ടതിന് ശേഷം അവൻ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു.
അവനെ വിഷമിപ്പിച്ചാണോ രണ്ടാളും വിട്ടതെന്ന് നന്ദു ചോദിക്കുമ്പം ഇല്ല മോളെ, ഞങ്ങൾ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത്, വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവനത് ഏത് അർത്ഥത്തിലാണ് എടുത്തതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നന്ദുവിനും ആകെ വിഷമായി. അച്ഛനും അമ്മയ്ക്കും അറിയാലോ, ഇതിനു മുൻപും അവനെ വേദനിപ്പിച്ചപ്പോഴൊക്കെ അവൻ അതിനേക്കാളും കൂടുതൽ അവനെ സ്നേഹിച്ചവരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നന്ദു ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ ഞങ്ങളിപ്പോൾ നയനയെ വിളിച്ച് വെച്ചതേ ഉള്ളൂ മോളെ, അവളോടെല്ലാം പറഞ്ഞു. മോള് ഞങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പം അച്ഛനും അമ്മയും എന്ത് തീരുമാനം എടുത്താലും അനിയ CI തല്ലിയത് ഒട്ടും ശരിയായില്ല, അയാളുടെ ആ പ്രവൃത്തി ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നും നന്ദു പറയുമ്പോൾ, മോളെ അനി അങ്ങോട്ട് വരരുതെന്ന് ആ CI താക്കീതോടെ പറഞ്ഞതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടും പിന്നെ അനി എന്തിനാ അങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു. അതിനവൻ്റെ കരണത്തടിക്കുകയാണോ വേണ്ടത് എന്ന് നന്ദു ചോദിക്കുക. അപ്പം നന്ദു അവർ ഒന്നുകൂടി അവയൊക്കെ താക്കീത് കൊടുക്കാമല്ലോ. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CIയെ മേലുദ്യോഗസ്ഥൻ വിളിച്ച് ചീത്ത പറഞ്ഞപ്പോൾ പോലും അയാൾ ഒരു അക്ഷരം പോലും മിണ്ടാതൊന്നും കേൾക്കുകയാണല്ലോ ചെയ്തത്. അതിനുശേഷം എന്നോട് പറഞ്ഞു ചെയ്തത് തെറ്റായി പോയിന്ന്. അപ്പോൾ നന്ദൂട്ടാ എങ്ങനെയെങ്കിലും ആ CIയും മോളും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാം നന്ദു. അതിനുശേഷം അനി മോളുടെ പിന്നാലെ നടക്കില്ല എന്നും പറഞ്ഞു. അപ്പം അതൊന്നും അല്ല അമ്മ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അത്ര തൻ്റെ ഇടത്തോടെ അനി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ അവൻ്റെ ആഗ്രഹം നടക്കില്ല എന്ന് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്തത് അവൻ്റെ പ്രതികരണം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ, നമ്മൾ നമ്മളുടെ ഭാഗത്ത് ന്യായങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ന്യായങ്ങൾ അവൻ്റേതായ അർത്ഥത്തിൽ കണ്ടു കാണില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് നന്ദു പറയുക. അതും പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാകേഷ് വിഘ്നേഷും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അനി അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഭയങ്കര കലിപ്പിലാണ് കയറി ചെല്ലുന്നേട്ടോ. എന്താ കാര്യമെന്ന് കൂട്ടുകാർ ചോദിച്ചു. അന്നേരം അനി നന്ദുവിൻ്റെ വീട്ടിൽ പോയതും അവർ പറഞ്ഞ കാര്യവും പറഞ്ഞു. എടാ ലിക്വർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നിനക്കത് കുടിച്ച് ശീലമില്ല, നീ കുടിക്കണ്ടെന്ന് കൂട്ടുകാർ പറയാം. നനച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിനക്ക് മദ്യം തരരുതെന്നും പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ അനി ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ വലിയ കുടിയന്മാരും കാര്യങ്ങളൊന്നും അല്ല, വല്ലപ്പോഴും ഒന്ന് കൂടും, അത്രയല്ല ഇട ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചതുണ്ടെങ്കിൽ വെറുതെ ചിലക്കാതെ എനിക്ക് തരാൻ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഇല്ലടാ എന്ന് ഇവരിങ്ങനെ പറഞ്ഞു. നിനക്ക് എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനി ഇപ്പം എനിക്കൊന്നും പറ്റിയിട്ടില്ല, നാളെ ഇനി എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരിങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നോക്കുക. എടാ നീ നന്ദു തമ്മിൽ പിന്നെയും ഉടക്കിയോ, എന്താടാ കാര്യമെന്ന് ചോദിച്ചപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ഉടക്കവുമില്ലടാ, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് അനി പറയാം കേട്ടോ. പക്ഷേ വീട്ടുകാരാ ഒന്നിനും സമ്മതിക്കാത്തത്. നിന്നോടൊക്കെ ഇപ്പോൾ ലിക്വിഡ് ചോദിച്ചിട്ട് പോലും നീ ഒന്നും തന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് എൻ്റെ വഴി ഞാൻ നോക്കുവാണെന്നൊക്കെ പറഞ്ഞു. നീ എന്തൊക്കെയാടെ പറയുന്നതെന്ന് കൂട്ടുകാരെന്നേരം എന്നോട് ചോദിച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് പിന്നീട് നിനക്കൊക്കെ മനസ്സിലായിക്കോളൂ എന്നും അനി കൂട്ടുകാരോട് പറയൂ കേട്ടോ. ഇവരെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ രാകേഷ്, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിഘ്നേഷ് ചോദിച്ചപ്പോൾ ആരോട് ഉടക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്നും പറയുമ്പോൾ ആരോടും ഞാൻ ഉടക്കിയിട്ടില്ല. സ്നേഹം തലയ്ക്ക് പിടിച്ചേ ചിലരൊക്കെ സംസാരിക്കും, അതിനെ ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് പറയുന്നതെന്നൊക്കെ നമ്മുടെ അനി ഇങ്ങനെ ഇവരോട് പറയാം. എൻ്റെ ഹൃദയത്തിൽ ചിലരൊക്കെ പിടിച്ച് ഉലയ്ക്കുകയാണ് ചെയ്തിട്ടിരിക്കുന്നത്. അവരെന്നോട് ഉടക്കിയിരുന്നെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇവിടെ അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തകർന്നു പോയടാന്ന് പറഞ്ഞു. അപ്പം നീ ആരുടെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആരുടെ കാര്യമായാലും ശരി, മനസ്സമാധാനം മൊത്തത്തിൽ പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. കൂട്ടുകാരേടാ അനി നിൽക്കടാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുമ്പോൾ എന്നെ വിടടാന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ നീ പോവുകയാണെന്ന് ചോദിച്ചപ്പം ഇനി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാൻ വരില്ല എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുക. എടാ അവൻ്റെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആരോ സംസാരിച്ചിട്ടുണ്ടടാ, അതാ പ്രശ്നമെന്നും പറഞ്ഞ് വിഘ്നേഷും രാകേഷും കൂടെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ അനി വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, എന്താടാ? അവനോട് വന്നിട്ട് പോയായിരുന്നു, അച്ഛൻ അവനോട് ഒരുപാട് സെൻറ്റി ആയെന്ന് തോന്നുന്നു പറയുമ്പം എന്നാൽ അവൻ അതിനേക്കാളും സെൻറ്റി ആയിട്ടാകട്ടെ ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞു. അവൻ അവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പം വന്നായിരുന്നു എന്ന് പറഞ്ഞു. ലിക്വർ വേണമെന്നും പറഞ്ഞ് എങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവനാകെ സ്ഥലകാലബോധമൊന്നും ഇല്ലാണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ടെൻഷനായി. എന്നിട്ട് അവനവിടുന്ന് പോയോ എന്ന് ചോദിച്ചപ്പോൾ പോയി. പിന്നെ ആ പോക്ക് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്നും വിഘ്നേഷ് ഇങ്ങനെ പറയാം കേട്ടോ. എടാ എന്തിനാ നീയൊക്കെ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതെന്ന് നന്ദി ചോദിക്കുമ്പം അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അവനങ്ങ് ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. അത്രയ്ക്ക് അവന് നിൻ്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. വിഘ്നേഷും രാകേഷും കൂടി നന്ദുവിനോട് ഇതൊക്കെ പറഞ്ഞു. എന്തായാലും നീ അവനൊന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. അവന് സഹിക്കാൻ പറ്റുന്ന എന്തെങ്കിലും
സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നീ തന്നെ പരിഹാരം കാണാനും പറഞ്ഞു. അങ്ങനെ നന്ദു മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി. നന്ദു വന്നിട്ടിരുന്ന് വിളിയാ, പക്ഷെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നയനയും ആദർശനെയും കാണിക്കുന്നത്, ഇവരും ഇരുന്ന് വിളിക്കുക, കിട്ടണില്ല. ഇവരിത് എവിടെ പോയി കിടക്കാന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് ആദർശം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു. നയനെ അന്നേരത്തേക്ക് ആകെ ഇതായിട്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ മനസ്സമാധാനം ഇല്ലാണ്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ് അവനിങ്ങനെ ഓടുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആദർശം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. സ്നേഹം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർക്ക് ഹൃദയം പറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്, അതാണ് കുഴപ്പമായതെന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുമ്പോൾ എത്ര പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ലല്ലോ ആദർശേട്ടാ എന്ന് പറയും. നിന്റെ അച്ഛനും അമ്മയും അവരുടെ മുന്നിൽ അവരുടെ സങ്കടം പറഞ്ഞതോടെ അവൻ ധർമ്മസങ്കടത്തിലായി കാണും. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ഒരു സിറ്റുവേഷനിൽ അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൻ്റെ ജീവിതം നന്ദു ഇല്ലാണ്ട് പൂർണ്ണമാകില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നടക്കും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും കേട്ടോ ആദർശ. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അനാമികയാണെന്ന്. എന്തായാലും അവളിവിടെ നിന്ന് പോയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും അവളെ നമ്മളാരും തിരിച്ചു കൊണ്ടുവരാൻ പോകണില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു വലിയ ആശ്വാസമായി കരുതിയിട്ട് അവൻ അവൻ്റെ കാര്യം നോക്കി പോകുന്നതിന് പകരം എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ പറയുന്നു. ഇനി എന്താണ് ഇവൻ ഒപ്പിച്ചു വെക്കാൻ പോകുന്നതെന്നുള്ള ടെൻഷനിൽ ആദർശം നയനയും കൂടെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.